നമുക്കറിയാം, നമ്മൾ ഈ തിരുവോണം ആഘോഷിക്കുന്ന ഈ വേളയിലും ഒരു വലിയ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ നമ്മളെ വല്ലാതെ തളർത്തുന്നുണ്ട്. ചൂരൽമലയിലും മുണ്ടക്കയിലും അതുപോലെ തന്നെ പുഞ്ചിരിവട്ടത്തുമൊക്കെ ഉണ്ടായ ദുരന്തത്തിൽ 600-ലധികം ആളുകൾ മരിച്ചു എന്നാണ് കണക്ക്. ഒരുപാട് മനുഷ്യരുടെ ദുഃഖങ്ങൾ ബാക്കിയാകുന്നു. വയനാടിനെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കണം. പ്രത്യേകിച്ച് ദുരന്തം ബാധിച്ച ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിവട്ടം എന്നീ പ്രദേശങ്ങളിലെ ആളുകളെ ചേർത്ത് പിടിച്ചേ മതിയാകൂ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ വയനാട്ടിൽ പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം നടന്നു വന്ന് നമ്മൾ കുറേ സഹായധനം അവിടെ പ്രഖ്യാപിച്ചിരുന്നു. വയനാട് അല്ലെങ്കിൽ ഈ 3 പ്രദേശങ്ങൾ, ഈ 3 ഗ്രാമങ്ങളിൽ മാത്രമാണ്. ഒരിക്കൽ കൂടി ഞാൻ അടിവരയിട്ട് പറയുകയാണ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വയനാട് തകർന്നുപോയി എന്നുള്ള രീതിയിൽ പ്രചാരണം ശരിയല്ല. വയനാട്, ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിവട്ടം ഈ 3 ഗ്രാമങ്ങളിൽ മാത്രമുണ്ടായ ദുരന്തമാണ്, ഈ മഹാദുരന്തമാണ് 600 പേരുടെ ജീവൻ അപഹരിച്ചത്. മരണം മലമുടിയിൽ നിന്ന് പെയ്തിറങ്ങിയപ്പോൾ നമ്മുടെ 600 പേർക്ക് ജീവഹാനി ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അപ്പോൾ അവിടെ നമ്മൾ വയനാട് പ്രേക്ഷക ജില്ലാ സമ്മേളനം നടത്തി. അത് വയനാടിന് സമർപ്പിച്ചു. വയനാട് ഇപ്പോൾ ടൂറിസത്തെയൊക്കെ ചെറുതായി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ വയനാട് സാധാരണ നിലയിലേക്ക് മടങ്ങി വരുന്നത് വരെ 24 ഫ്ലവേഴ്സും വയനാടിനൊപ്പം ഉണ്ടാകും, പ്രേക്ഷകരും നമ്മുടെ കുടുംബാംഗങ്ങളും എല്ലാം. അപ്പോൾ വയനാടിൽ നമ്മൾ കുറേ സഹായങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ സഹായങ്ങളൊക്കെ ഈ വീടുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിച്ച്, ഒരുപാട് ദീർഘകാലം വേണ്ട നിർമ്മാണങ്ങൾ ഒഴികെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇന്ന് അതിൻ്റെ നടപടികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുടുംബം വയനാടിനൊപ്പം. ഒരു വെൽഡിംഗ് മെഷീൻ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് വാങ്ങിച്ചു കൊടുക്കും. അതിന് വെൽഡിംഗ് മെഷീൻ വാങ്ങാനുള്ള പണം ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കും. തയ്യൽ മെഷീൻ തയ്ക്കായിരുന്നു വീട്ടിൽ നിന്ന്. ആ മെഷീനൊക്കെ പോയി, ഉള്ളുപൊട്ടിപ്പോൾ അതൊക്കെ പോയി. രമ്യയ്ക്ക് ഒരു സഹായമായിട്ട് തയ്യൽ മെഷീനാണ് ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നത്. സത്യലാൽ തയ്യൽ തൊഴിലാളിയായിരുന്നു. അദ്ദേഹത്തിന് നമ്മളെന്താ തയ്യൽ മെഷീൻ കൊടുക്കും. തയ്യൽ മെഷീൻ എത്തിച്ചു കൊടുക്കും. അപ്പോൾ രുദ്രയ്ക്ക് നമ്മൾ ഒരു ലാപ്ടോപ്പ് കൊടുക്കുന്നതായിരിക്കും. പിടിക്കായിട്ട് പഠിക്കണം. ഓക്കെ. ചൂരൽമലയിൽ നിന്നുള്ള പൊന്നൻ അദ്ദേഹത്തിനുള്ള സഹായ വിതരണമാണ്. അദ്ദേഹം തയ്യൽ തൊഴിലാളിയാണ്, പക്ഷേ ഉരുൾപൊട്ടൽ സമയത്ത് തയ്യൽ കടയും ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടതാണ്. അദ്ദേഹത്തിനുള്ള ഒരു ഓവർലോക്ക് മെഷീനാണ് ഇപ്പോൾ സഹായമായി നൽകുന്നത്. അപ്പോൾ ഇവന് നമ്മളൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. നിനക്കൊരു സൈക്കിൾ ഞാൻ വാങ്ങിച്ചു തരും. വയനാട്ടിൽ നിന്നും സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം ചേരുകയാണ്. സുർജിത്ത്, ഹാപ്പി ഓണം. നമ്മുടെ ഓണമില്ലാത്ത കുറേ മനുഷ്യരുടെ നടുവിലാണ് താങ്കൾ നിൽക്കുന്നത് എന്നെനിക്കറിയാം. പക്ഷേ ഈ പ്രതിസന്ധിയും കടന്നു പോകും. നമുക്ക് ഈ വൈതരണി കടന്നേ പറ്റൂ. പറയൂ സുർജിത്ത്. ജീവിക്കുകയാണ്. മുണ്ടക്കയും പുഞ്ചിരിമട്ടവും ചൂരൽമലയും എല്ലാം തന്നെ അതിജീവിക്കും. അതിൻ്റെ തുടർച്ചയായി നമ്മൾ വയനാടിന് കരുതലേകാൻ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. ആ സമ്മേളനത്തിന് തുടർച്ചയായി നമ്മൾ പ്രഖ്യാപിച്ച സഹായങ്ങൾ ഇന്ന് വിതരണം ചെയ്യുകയാണ്. നേരത്തെ ഒരു ഓട്ടോറിക്ഷയും അതോടൊപ്പം തന്നെ 2 വീലർ നമ്മൾ നൽകിയിരുന്നു. ഇതിനുശേഷം ചില നേരത്തെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നമ്മൾ നിറവേറ്റുകയാണ്. ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. 10 പേർക്കാണ് നമ്മൾ ആശ്വാസ സഹായങ്ങൾ വിതരണം ചെയ്യുന്നത്. അതിൽ ഈ പലതും നഷ്ടപ്പെട്ട ഉപജീവനത്തിന് വേണ്ടി അവർക്ക് ആവുന്ന വിധത്തിലുള്ള ഒരു സഹായം അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഏറ്റവും ആവശ്യമായ വസ്തുക്കളാണ് ഇപ്പോൾ നമ്മൾ നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ വേഗത്തിൽ തന്നെ നടപടിയിലേക്ക് കിടക്കുകയാണ്. നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. മറ്റു വിശിഷ്ടാതിഥികളില്ല. നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഈ സമ്മാനങ്ങളെല്ലാം, ഈ ആശ്വാസ നടപടികളെല്ലാം തന്നെ വിതരണം ചെയ്യുന്നത്. ഫ്ലവേഴ്സ് ഫാമിലി ക്ലബ്ബിലെ വേലായുധേട്ടനും ശൈല ചേച്ചിയും എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ദേവകി ടീച്ചറുണ്ട്, ബാലകൃഷ്ണൻ സാറുണ്ട്, അതോടൊപ്പം സന്തോഷേട്ടനുണ്ട്, ഷിജി ടീച്ചറുണ്ട്, സരോജിനി ചേച്ചിയുണ്ട്. അങ്ങനെ ഇവരൊക്കെ നമ്മളോട് സഹകരിക്കുന്ന ആളുകളാണ്. ഇവരാണിത് വിതരണം ചെയ്യുന്നത്. ആദ്യമായി വിളിക്കുന്നത് സത്യൻലാലിനെയാണ്. അദ്ദേഹം ചൂരൽമല സ്വദേശിയാണ്. അദ്ദേഹത്തിന് ഒരു ഓവർലോക്ക് മെഷീനാണ് നമ്മൾ നൽകുന്നത്. അത് MA പ്ലൈ കാലിക്കറ്റ് ആൻഡ് പാലക്കാട് മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള അബ്ദുൾ അസീസ് ആരിഫ് പ്രഖ്യാപിച്ച സമ്മാനമാണ്, ആശ്വാസ നടപടിയാണ്. അതാണ് സത്യൻലാലിന് കൈമാറുന്നത്. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അത് നൽകാൻ വേണ്ടി നമ്മുടെ ഫ്ലവേഴ്സ് ഫാമിലി ക്ലബിലെ വേലായുധേട്ടനെയും ശൈലജ ചേച്ചിയും ക്ഷണിക്കുകയാണ്. വരും. ഇതാണ് അദ്ദേഹത്തിനുള്ള സമാശ്വാസ നടപടി. അത് കൈമാറുന്നു. അത് അടുത്തതായി പൊന്നൻ ചേട്ടനെയാണ് വിളിക്കുന്നത്. പൊന്നൻ ചേട്ടൻ ചൂരൽമല സ്വദേശിയാണ്, തയ്യൽ തൊഴിലാളിയായിരുന്നു. ചൂരൽമല ടൗണിൽ വീടും കടയും എല്ലാം തന്നെ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിനും ഒരു ഓവർലോക്ക് മെഷീൻ നൽകുകയാണ്. MA പ്ലൈ കാലിക്കറ്റ് ആൻഡ് പാലക്കാട് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ അസീസ് ആരിഫാണ് അത് സമ്മാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് അത് 24 കണക്റ്റ് വഴി അത് കൈമാറുകയാണ്. സാർ കൊടുക്കൂ. ബാലകൃഷ്ണൻ സാർ അത് കൈമാറുന്നു. അത് അദ്ദേഹം ഏറ്റുവാങ്ങുന്നു.
അടുത്തതായി ഒരു ലാപ്ടോപ്പാണ്. ഈ ദുരന്തത്തിൽ സഫ്വാൻ എന്ന യുവാവിൻ്റെ, മുണ്ടക്കൈ സ്വദേശിയാണ് സഫ്വാൻ്റെ വീട് തകർന്നിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പാർട്ട് ടൈം ഡ്രൈവറായും അതോടൊപ്പം തന്നെ ഗ്രാഫിക് ഡിസൈനർ ആയും ജോലി ചെയ്യുകയായിരുന്നു. ഇതുവരെ പറഞ്ഞിരുന്നില്ല സഫ്വാൻ ഇത് തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആരോടും പറഞ്ഞിരുന്നില്ല. ഈ വളാർമല സ്കൂളിൻ്റെ PTA പ്രസിഡന്റായിട്ടുള്ള നജ്മുദ്ദീനാണ് ഈ വിവരം നമ്മളെ അറിയിക്കുന്നത്. സഫ്വാനെ ഒരു വർക്ക് ഏൽപ്പിച്ചപ്പോൾ അത് ലാപ്ടോപ്പ് ഉൾപ്പെടെ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിന് തുടർന്ന് ജീവിക്കാൻ ആവശ്യമായ പര്യാപ്തമായ ഒരു ഗ്രാഫിക് ഡിസൈൻ ഉള്ള ഒരു ലാപ്ടോപ്പാണ്. അത് നൽകിയിരിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ്. അവർ സമ്മാനിച്ച ആ ലാപ്ടോപ്പ് നമ്മൾ നൽകുകയാണ്. അടുത്തതായി വിളിക്കുന്നത് മുബീനയാണ്. മുബീന ഇപ്പോഴും ആശുപത്രിയിലാണ്. ചൂരൽമല സ്വദേശിയാണ്. ആൾനാശം കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വീട് നശിച്ചിട്ടുണ്ട്. സ്വകാര്യ കമ്പനിയിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുന്ന ആളാണ്. അവരുടെ ബന്ധുക്കളായിട്ടുള്ള സഹോദരിയായിട്ടുള്ള ഷംനയും അതോടൊപ്പം അവരുടെ ഭർത്താവ് സദ്ദാം ഹുസൈനും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് ഒരു ലാപ്ടോപ്പ് നൽകുകയാണ്. ആ ലാപ്ടോപ്പ് നൽകാൻ വേണ്ടി സരോജിനി ചേച്ചി നൽകുന്നതാണ്. ഷംനയ്ക്കാണ് അത് കൈമാറുന്നത്. എന്തായാലും ഇനി രുദ്രയുടെ ആവശ്യം, പോളിടെക്നിക് വിദ്യാർത്ഥിനിയാണ്, വീട് നഷ്ടപ്പെട്ടു. കുടുംബത്തിൽ വീട് നഷ്ടപ്പെട്ടൊരവസ്ഥയുണ്ട്. രുദ്രയുടെ പിതാവ് ശശികുമാറിനെ രുദ്രയ്ക്ക് വേണ്ടി അദ്ദേഹം ഏറ്റുവാങ്ങും. ഒരു ലാപ്ടോപ്പ് സന്തോഷേട്ടൻ കൈമാറുകയാണ്. ഇനി പവിത്രയെയാണ് വിളിക്കുന്നത്. പവിത്ര +1 വിദ്യാർത്ഥിനിയാണ്. പവിത്ര രമ്യയുടെ മകളാണ്. പവിത്രയെ ക്ഷണിക്കുന്നു. പവിത്രയ്ക്കും ഒരു ലാപ്ടോപ്പ് നമ്മൾ കൈമാറുകയാണ്. വേലായുധേട്ടൻ അത് കൈമാറും. ഇനി വെൽഡിംഗ് മെഷീനാണ്. കാരണം വെൽഡിംഗ് ഉപകരണങ്ങളൊക്കെ നശിച്ച ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. പ്രതീഷ് ചൂരൽമല സ്വദേശിയാണ്. പാടിയിലായിരുന്നു താമസം. അദ്ദേഹത്തിന് വെൽഡിംഗ് മെഷീൻ നമ്മൾ സമ്മാനിക്കുകയാണ്. ഷീ ടീച്ചറാണ് സമ്മാനിക്കുന്നത്. ടീച്ചറെ ഒന്ന് ഈ വെൽഡിംഗ് മെഷീൻ നൽകാം. അദ്ദേഹത്തിനാണ്. ഇനി സൈക്കിളുകളുടെ ഒരു വിതരണമാണ്. അന്ന് നമ്മൾ ജില്ലാ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതാണ്. അഫ്നാനെ വിളിക്കുന്നു. അഫ്നാൻ ഒരു 8 വയസ്സുള്ള കുട്ടിയാണ്. ഹൈസ്കൂൾ റോഡിലാണ്. അഫ്നാന് നമ്മൾ ഈ സൈക്കിളാണ് നൽകുന്നത്. ഇത് ശൈല ചേച്ചി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അഫ്നാൻ, ഹാപ്പി ആയിട്ട് എന്ന് പറഞ്ഞ കാര്യമില്ലേ? എന്നോട് പറഞ്ഞതല്ലേ അന്ന് ആവശ്യപ്പെട്ടത്? സന്തോഷമായോ? എന്താ പറയുന്നത്? ഹാപ്പി അല്ലേ? ഹാപ്പിയാണെങ്കിൽ ഹാപ്പിയാണെന്ന് പറ. ഹാപ്പിയാണ്, ആയിക്കോട്ടെ. എന്തായാലും ഇനി ആദിത്യന് നമ്മൾ ഒരു സമ്മാനമായി നൽകുന്നത് ഒരു സൈക്കിൾ തന്നെയാണ്. കുറച്ചുകൂടി മുതിർന്ന കുട്ടിയാണ് ആദിത്യന് സാറ് നൽകും. ഇതാ സൈക്കിൾ. ആദിത്യന് എന്താ പറയാനുള്ളത്? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. എന്താ പറയാനുള്ളത്? ഹാപ്പി ഓണല്ലേ? ഇനി ഒരു ഫോൺ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു. ഫോൺ റാബിയയാണ് ഫോൺ ആവശ്യപ്പെട്ടത്. റാബിയ അവരുടെ മകൻ ഷഹദിൻ്റെ പഠനാവശ്യത്തിനാണ് നൽകിയത്. പിതാവ് സഗീറാണ് അത് ഏറ്റുവാങ്ങുന്നത്. അത് പിതാവും അടുത്ത ബന്ധുക്കളുമുണ്ട്. രണ്ടുപേരും കൂടി ഇത് സ്വീകരിച്ചാലും ഞാൻ തന്നെ ഇത് നൽകുന്നു. അങ്ങനെ 10 പേർക്കുള്ള ആ ഒരു സമ്മാനമാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. എന്തായാലും പൊന്നഞ്ചേട്ടൻ ഉണ്ട്, സത്യേട്ടൻ ഇവിടെ എല്ലാവരും ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്? വലിയ പരിപാടികൾ വെച്ചതല്ലേ വളരെയധികം സന്തോഷം സ്ഥാനങ്ങൾ കിട്ടിയതിനോടും. ഇപ്രാവശ്യം കഴിഞ്ഞ ഓണം ഇപ്രാവശ്യത്തെ ഓണമായിട്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട്. എങ്കിലും ഇവിടെ വന്നപ്പോൾ കുറച്ച് സങ്കടങ്ങൾ മാറിയിട്ടുണ്ട്. കുറച്ച് പേർ കണ്ട് കുറച്ച് ചിരിച്ചു. ഒരു ചെറിയൊരു സന്തോഷം വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ആശ്വാസ നടപടി എന്നുള്ള തലത്തിലാണ് കാണുന്നത്. ഇതിനുശേഷം നമ്മൾ ചൂരൽമലയിലേക്കാണ് പോകുന്നത്. അവിടെ ചില അനുശോചന യോഗം ഉൾപ്പെടെയുള്ളവ നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയുന്നത് പോലെ വയനാടിനെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ നടത്തുന്ന ശ്രമമാണ്. 24 കണക്റ്റിൻ്റെ ഭാഗമായി 24 പ്രേക്ഷകരും ഫ്ലവേഴ്സിൻ്റെ ഫാമിലി ക്ലബ്ബും അതുപോലെ ഫ്ലവേഴ്സിൻ്റെ പ്രേക്ഷകരും നമ്മുടെ 24ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും സ്റ്റാഫും ലോകമെമ്പാടുമുള്ള നമ്മുടെ അതിഥികളും നമ്മുടെ കലാകാരന്മാരും ഒക്കെ ചേർന്ന് 24 കണക്റ്റിന് ഒരു കുടക്കീഴിൽ നമ്മൾ ചെയ്തിട്ടുള്ള സഹായങ്ങളാണ്, നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള സഹായങ്ങളാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്ന. കുറച്ച് വീടിൻ്റെയൊക്കെ ഉണ്ട്. അവിടെ 25 സെൻറ്റ് ഭൂമി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു സഹൃദയനായ മനുഷ്യൻ സമ്മാനിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ വീട് നിർമ്മിച്ച് നൽകുന്നുണ്ട്. കാര്യം ഒരു അമ്മച്ചിയോട് ഞാൻ പറഞ്ഞിരുന്നു ഒരു വീട് നിർമ്മിച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ ആ അമ്മച്ചി വിഷമിക്കേണ്ട, ആ വീട് നമ്മൾ നിർമ്മിക്കുകയും സ്ഥലമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പരമാവധി വയനാടിനെ ചേർത്ത് പിടിക്കാനും വയനാടിൻ്റെ മുഖ്യധാരയിലേക്ക് ടൂറിസ്റ്റെ കൊണ്ടുവരാനും ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നമ്മളും കൂടെ ഉണ്ടാകും. മന്ത്രി PM മുഹമ്മദ് റിയാസ് ഈ അവസരത്തിൽ ഞങ്ങൾ ഒന്നുകൂടി പറയുന്നു, വയനാട് നമ്മുടെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതിൻ്റെ തിളക്കത്തിനൊരു മംഗലം സംഭവിക്കാൻ പാടില്ല. അതിന് 24 കണക്റ്റ് കൂടെ ഉണ്ടാകും. ഈ സഹായ പദ്ധതികളൊക്കെ നൽകി വയനാട് സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതുവരെ 24ഉം ഫ്ലവേഴ്സും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. വി ആർ വിത്ത് വയനാട്, എൻ്റെ കുടുംബം വയനാടിനൊപ്പം. ഇതാണ് നമ്മുടെ ആപ്തവാക്യം.